ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നു. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടതാണോ, ഹൗ ഇറ്റ് വർക്ക്സ് എന്നാണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ പെർഫോമൻസ് ബേസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് യു ക്യാൻ മേക്ക് ലോട്ട്സ് ഓഫ് മണി വെൻ യു പ്രൊമോട്ട് അതർ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ത്രൂ യുവർ പ്ലാറ്റ്ഫോം. ഹൗ ഇറ്റ് വർക്ക്സ് നമുക്കറിയാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇവർക്കൊക്കെ ആമസോൺ അസോസിയേറ്റ്, ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ്, ഹോസ്റ്റിംഗർ അഫിലിയേറ്റ്സ്, അതുപോലെ ക്ലിക്ക് ബാങ്ക്, കമ്മീഷൻ ജംഗ്ഷൻ തുടങ്ങിയ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റിലേറ്റഡ് വെബ്സൈറ്റുകളുണ്ട്. വാട്ട് യു ക്യാൻ ഡു ഈസ് ജോയിൻ ദിയർ അഫിലിയേറ്റ് പ്രോഗ്രാം ആൻഡ് സ്റ്റാർട്ട് സെല്ലിംഗ് ദിയർ പ്രൊഡക്റ്റ് ഓർ സർവീസ് ത്രൂ യുവർ പ്ലാറ്റ്ഫോം. നമ്മൾ അവരുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ they will provide you a tracking links. ട്രാക്കിംഗ് ലിങ്ക്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അതല്ലെങ്കിൽ ബ്ലോഗ് വഴിയോ വാട്സപ്പ് വഴിയോ നമുക്ക് നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ കസ്റ്റമർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ when somebody click on that link and purchase a product from through that links, you will get a commission. ഇങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം നല്ല ഫോളോവേഴ്സ് ഉള്ള എത്രയോ ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇൻഫാക്ട് നോബഡി ഈസ് ഡൂയിങ് ദിസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. റാദർ അവരെന്താ ചെയ്യുന്നത്, മറ്റുള്ള പ്രൊഡക്റ്റോ സർവീസോ ഇവരുടെ ഇൻസ്റ്റാഗ്രാം കൊളാബ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറ്. നേരെ മറിച്ച് അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ഇവർ ജോയിൻ ചെയ്താൽ ദേ ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി ഇൻഫാക്ട് ആൻഡ് സീറോ ഇൻവെസ്റ്റ്മെന്റ് ടു സ്റ്റാർട്ട് ദിസ് കൈൻഡ് ഓഫ് ബിസിനസ്.